നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നടപ്പുമാസത്തെ പെൻഷനുമാണ് നൽകുന്നത്. ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി 3000 കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും. 60 ലക്ഷം പെൻഷൻകാർക്ക് 3200 അവസാനത്തോടെ ലഭിക്കും. 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി 3 മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാ ക്രമത്തിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് ഓണക്കാലത്ത് 1 മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് നടപ്പുമാസത്തെ പെൻഷൻ അനുവദിക്കുന്നത്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഓണത്തിനൊരു പൂക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ചെമ്മാപ്പിള്ളി, പുന്നപ്പിള്ളി, മനപ്പറമ്പിൽ ആരംഭിച്ച ചെണ്ടുമല്ലിപ്പൂവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവ്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഹരിദാസ് ചെമ്മാപ്പിള്ളി, TM അശോകൻ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. ജയ കോൽപ്പുറം, ഷീന ഹരിദാസൻ, പുരുഷോത്തമൻ, റിജു കണക്കന്തറ, വിനായകൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് 1912 നമ്പർ NSS കരയോഗ മന്ദിരം നവീകരിച്ചതിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേന്ദ്രൻ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് ഉണ്ണി നെച്ചിക്കോട്ട് അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി K രാജഗോപാൽ, വനിതാ സമാജം പ്രസിഡന്റ് V മീനാക്ഷിയമ്മ, കരയോഗം സെക്രട്ടറി K ഗോപാലൻ, വൈസ് പ്രസിഡന്റ് K വിജയൻ എന്നിവർ സംസാരിച്ചു. PKS മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ദിനാചരണം നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിപാടിയിൽ PKS ഏരിയ കമ്മിറ്റി മെമ്പർ അരുൺ ആനന്ദ് അധ്യക്ഷനായി. KK ബാബു പതാക ഉയർത്തി. ട്രഷറർ താജൻ, CR രമേശ്, KA അജീഷ്, ശ്യാം എന്നിവർ പങ്കെടുത്തു. ലക്ഷ്യാധിഷ്ഠിതമായ പഠനത്തിലൂടെ ഉയർന്ന മേഖലകൾ കീഴടക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ മുഹമ്മദ് കാസിം അഭിപ്രായപ്പെട്ടു. വാടാനപ്പള്ളി ഇസ്ര മെയിൻ ക്യാമ്പസിൽ നടന്ന ലീഡേഴ്സ് ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വീടും കുടുംബവും പരിസരവും അയൽപക്കവും നാടും അടങ്ങുന്ന വിശാലമായ ലോകവും നമ്മുടെ വിശ്വാസങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൽസ്വഭാവം കൊണ്ട് മാതൃകകളാകാൻ കൂടി നമുക്ക് കഴിയണമെന്ന് ഡോക്ടർ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയിൽ ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായി. മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ മജീദ് ഹാജി, ഹംസ ഹാജി, RK മുഹമ്മദ് അലി, PS മുഹമ്മദ് അലി, PK മുഹമ്മദ്, KM ഖാലിദ്, സലീം മുസ്ലിയാർ, ഇസ്ര ഡീൻ റാഫി സഖാഫി, മദീനത്തുന്നൂർ ഇൻചാർജ് ജുനൈദ് നൂറാനി, ജൂനിയർ ഹെഡ് അബ്ദുൾ റഹ്മാൻ സിദ്ദീഖി, മസ്ഹറുൽ ഖുറാൻ ഹെഡ് ഫൈസൽ റഹ്മാനി, നാദി ദവ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ മഹറൂഫ് അബ്ദുള്ള, അഫ്സൽ എന്നിവർ സംസാരിച്ചു. അദീന കോളേജ് അധ്യാപകർ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. തൃപ്രയാർ SNDP യൂണിയൻ ഹാളിൽ നടന്ന സംഗമത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ പ്രകാശൻ ഇയാനിയെ ആദരിച്ചു. മുതിർന്ന അധ്യാപകരായ ഹക്കീം വിനയൻ, ഡേവിസ്, ജോൺ, രാമദാസ്, രവീന്ദ്രനാഥൻ, ശശിധരൻ, ചന്ദ്രിക, ഷംല എന്നിവരെയും ആദരിച്ചു. അദീന കോളേജിൽ ദീർഘകാല സേവനത്തിനു ശേഷം മൺമറഞ്ഞ ബാബു പുത്തേഴത്ത്, ബാബു തോട്ടാരത്ത്, സുബ്രഹ്മണ്യൻ, രമേശൻ, ശേഖരമേനോൻ, അജയൻ, നിസാർ, വാസുദേവൻ, രാമചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചു. യോഗത്തിൽ A സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. V ശശിധരൻ, ഷിജു എന്നിവർ സംസാരിച്ചു. സമാന്തര കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രഥമ സ്ഥാനം വഹിച്ചിരുന്ന അദീന കോളേജ് ഒരു മാതൃകാ വിദ്യാലയമായിരുന്നു. അർപ്പണബോധത്തോടെ അധ്യാപനം നടത്തിയിരുന്ന അധ്യാപകരുടെ ആ കൂട്ടായ്മയാണ് ഇന്ന് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഈ സമാദരണമെന്ന് അധ്യാപകർ അറിയിച്ചു. കുട്ടമംഗലം സെന്ററിന് പടിഞ്ഞാറ് പരേതനായ നാലകത്ത് മൊയ്തീന്റെ മകൻ അസീസ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ഷെരീഫ, മക്കൾ ഷാനവാസ്, ഷാനിബ, ഷഫ്ന, മരുമക്കൾ ബിൻസിയ, ഷഫീഖ്, റിയാസ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.